നീണ്ട 71 വർഷമായി ശ്രീ പരമേശ്വരനെ പൂജിക്കാൻ സാധിച്ച സംതൃപ്തിയിലാണ് ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി. കോഴിക്കോട് ബേപ്പൂർ കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ തന്റെ 9ാം വയസ്സിലാണ് അദ്ദേഹം ശാന്തി ആരംഭിക്കുന്നത്. 26,000-ൽ അധികം പൂജാ ദിനങ്ങൾ പിന്നിട്ട് ഇന്നും അതേ സന്നിധിയിൽ അദ്ദേഹം ദേവാർച്ചന നടത്തുകയാണ്. ഒരേ ശ്രീകോവിലിൽ 71 വർഷങ്ങൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പൂജ ചെയ്യുകയെന്നത് അപൂർവതയാണ്. 80 വയസ്സ് പിന്നിട്ട ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി അത്തരം അപൂർവതയുടെ ഭാഗമായിരിക്കുകയാണ്. 7ാം വയസ്സിലായിരുന്നു ഉപനയനം. പിന്നീട് 9ാം വയസ്സിൽ മുത്തശ്ശി തേതി അന്തർജനം തെളിയിച്ചു പിടിച്ച നെയ്വിളക്കിൻ്റെ പ്രഭയിൽ കൽക്കുന്നത്ത് ശിവഭഗവാന്റെ മുന്നിൽ. അത് ഇന്നും തുടരുന്നു. 7 വയസ്സിൽ പൂനൂലിട്ട് സമാവർത്തനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 9 വയസ്സ് വരെ 2 കൊല്ലം മന്ത്രങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പൂജ തുടങ്ങിയതാണ്. അന്ന് മുതൽക്ക് ഈ ഒരൊറ്റ ക്ഷേത്രത്തിൽ മാത്രമേ പൂജ കഴിച്ചിട്ടുള്ളൂ. ഒരേ സോപാനം, ഒരേ താക്കോൽ, ഒരേ ക്ഷേത്രം, ഒരേ ശാന്തിക്കാരൻ. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് തകർക്കാൻ ശ്രമിച്ച ക്ഷേത്രമാണ് കൽക്കുന്നത്ത് ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ തകർത്തെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത്തരമൊരു ക്ഷേത്രത്തിൻ്റെ തിരികെടാതിരിക്കാൻ തൻ്റെ ജീവിതം സമർപ്പിക്കാൻ കഴിഞ്ഞത് ദൈവനിശ്ചയമായി കരുതുന്നു ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി. ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ നടന്നിട്ടുണ്ടെന്ന്. ആ പടയോട്ടത്തിലെ കാലത്ത് കടുകം കൊണ്ട് ഈ 3 ഭാഗവും വെട്ടിയിട്ടുണ്ട്. നന്ദികേശ്വരൻ്റെ മുഖവും പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ പൂർവികമായിട്ട് പിന്നീട് അത് റിപ്പയർ ചെയ്ത് വന്നതാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം. പ്രായം 80 കഴിഞ്ഞെങ്കിലും ഭഗവത് പൂജയിൽ നിന്ന് വിശ്രമമെടുക്കാൻ തയ്യാറല്ല ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ജനം, കോഴിക്കോട്.